ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പീൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ആ സ്റ്റോറി എന്താണെന്ന് ഇതിൽ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു ബ്ലാക്കിഷ് കളറിൽ കിട്ടും. അതിനുശേഷം ഞാൻ 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടൊമാറ്റോ അരിഞ്ഞിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതായത് നമ്മുടെ ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് വരുന്നൊരു പരുവം ഉണ്ടല്ലോ. അതായത് വെന്ത് വരാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെരിഞ്ചീരകം, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ട് വറുക്കുക. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ അവരെടുക്കുന്ന റേഷ്യോനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നിങ്ങളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഒരു റെസിപ്പിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്റ്റോറി പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ ചിക്കൻ റോസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് അവർ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവർ ചിക്കൻ ഇത്ര അധികം ഫ്രൈ ചെയ്യാറില്ല കേട്ടോ. അതെ, ഞാൻ ഫ്രൈ ചെയ്ത് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഇച്ചിരി ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ മുളക് പൊടിയും അതൊന്നും വറുത്തിട്ടല്ല അവർ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പിന്നീട് മാറ്റം വരുത്തിയിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടും ഡിലീഷ്യസ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു ഡിഷ് ഞാൻ പഠിച്ചെടുത്ത് ഞാൻ പല പ്രാവശ്യം പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് അതിന് ശേഷം ഈ ഒരു ഡിഷ് ഞാൻ പെർഫെക്റ്റാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഇത്. നമ്മുടെ ഒറട്ടിയുടെ കൂടെയാണ് ഏറ്റവും അടിപൊളിയാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് പത്തിരിയുടെ കൂടെയും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് ചിക്കൻ ഫ്രൈ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം, ഒരു 5-10 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നമ്മളൊന്ന് അതിനൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വെച്ചിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി അതിനൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ് ഇതിന്. അതുപോലെ തന്നെ ടൊമാറ്റോ ഞാൻ 5 സവാളയ്ക്ക് 3 ടൊമാറ്റോ എന്നുള്ളൊരു റേഷ്യോയിൽ എടുത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ടാങ്കി ഫ്ലേവർ, അതായത് ചെറിയൊരു പുളിപ്പിൻ്റെ ഒരു ഫ്ലേവറും കൂടി അതിൽ ഇറങ്ങിക്കിട്ടും. അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് കൈവിടാണ്ട് തന്നെ ചിക്കൻ ഒന്നും ഉടയാണ്ട് നമ്മൾ നന്നായിട്ട് എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ നമ്മളതിനെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിക്കൻ ഫ്രൈ റോസ്റ്റാണ്.